ഈ ചെടിയുടെ കുരു ഉപയോഗിച്ച് നിങ്ങൾ ചെറുപ്പത്തിൽ മാല കോർത്ത് കളിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു കാലത്ത് ധാന്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധ ചെടി കൂടിയാണിത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്പൈസ് അപ്പ് യുവർ നോളജ്. നൂറ്റാണ്ടുകളായി ധാന്യമായും ഔഷധമായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് കൊയേക്സ് ലാക്രൈമ ജോബി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കാട്ടുഗോതമ്പ്. കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയിലുള്ള കുരുവിന് ബൈബിൾ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ജോബിന്റെ കണ്ണുനീർ അഥവാ ജോബ്സ് ടിയേഴ്സ് എന്നാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. പ്രാദേശികമായി ഇതിന് ധാരാളം രസകരമായ പേരുകളുണ്ട്. പൂച്ചമുത്ത്, നായിപ്പല്ല്, കൊന്തച്ചെടി, വൈജയന്തിമാല എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പേരുകൾ. ബാർലി ഇനത്തിൽപ്പെട്ട സസ്യമല്ലെങ്കിലും രൂപസാദൃശ്യം കൊണ്ട് ഇതിനെ ചൈനീസ് പേൾ ബാർലി എന്നും ആർലെ മില്ലറ്റ് എന്നും വിളിക്കാറുണ്ട്. ധാരാളം പ്രോട്ടീനുകളും കാൽസ്യവും മറ്റ് ധാതുക്കളും അടങ്ങിയിട്ടുള്ള ഈ കുരു ഉണക്കിപ്പൊടിച്ച് കഞ്ഞി വെച്ചും സൂപ്പ് ഉണ്ടാക്കിയും ഒക്കെ കുടിക്കാറുണ്ട്. അമിതവണ്ണം, കൊളസ്ട്രോൾ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ പ്രധാനമായും രണ്ടിനമാണുള്ളത്. ലക്രൈമ മയൂൺ എന്ന ഇനമാണ് ഭക്ഷ്യയോഗ്യമായതും കൃഷിക്ക് ഉപയോഗിക്കുന്നതും. ഇതിന് പുറംതോട് മാർദ്ദവമുള്ളതായിരിക്കും. എന്നാൽ പുറംതോട് കട്ടിയുള്ള ഇനം ഒരു കളയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രധാനമായും ആഭരണങ്ങൾ ഉണ്ടാക്കാനും അലങ്കാരത്തിനുമാണ് വളർത്തുന്നത്. പോയി മറിഞ്ഞ ബാല്യത്തിന്റെ കൈകളാൽ നാം കോർത്ത ആ പൂച്ചക്കുരുമാല ഇനി പുതുതലമുറയ്ക്ക് കൈമാറാം.